യൂട്യൂബ് ചാനൽ. സോ ഗൈസ്, ഇന്ന് ഡേ 3 ഓഫ് ഷോപ്പിംഗ് ആണ് കേട്ടോ. അപ്പം ഇന്ന് എൻ്റെ ലുക്ക് വേറെ തന്നെ ഒരു ലുക്കാണ് കേട്ടോ ഗൈസ്. ഞാൻ വേറെ വെറൈറ്റി പോലെ ആക്കിയതാണ്. അപ്പം ഇന്ന് നമുക്ക് കുറച്ച് ഷോപ്പിംഗ് ചെയ്യണം. ഇന്ന് സൺഡേ ആണ്. ഇന്ന് രാവിലെ തന്നെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. രാവിലെ തന്നെ ഒന്നും പറയാൻ കഴിയില്ല, ഇപ്പോൾ 2 മണിയായിട്ട് ഉച്ചയായി. അപ്പം നമുക്ക് ഇന്ന് കുറേ ഷോപ്പിംഗ് ചെയ്യാനുണ്ട് ഗൈസ്. നമ്മൾ ലൂലുവിൽ കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വന്നു. അപ്പോൾ ഇത്താത്ത പറഞ്ഞ ഹസ്ബൻഡ് അടുത്ത് നീ എടുത്തോ നല്ല അടുത്തും പറഞ്ഞു നീ എടുത്തോ എന്ത് സെലക്ട് ചെയ്യും. ഇപ്പം എടുക്കേ അത് വാങ്ങിച്ചു. പക്ഷെ ഞാൻ ഒന്നും വാങ്ങിച്ചില്ല. ഇത് വേറെ എന്തോ സാധനമാണ്. ഇത് ഞാൻ ഒന്നും വാങ്ങിച്ചില്ല. എനിക്കിങ്ങനെ ഇതിങ്ങനെ ഇത്ര എടുത്തോ അങ്ങനെ പറയുമ്പോൾ എനിക്ക് ബേജാറ് എന്തെടുക്കും എന്നൊക്കെ. പിന്നെ ഞാൻ എടുക്കാണ്ട് വരും കേട്ടോ ഗൈസ്. എന്താ എനിക്കറിയില്ല. അനാവശ്യമായിട്ട് ഞാൻ പറയാം എനിക്ക് അത് വേണം ഇത് വേണം മറ്റേത് വേണം മറിച്ച് ഇത് വേണം എന്നൊക്കെ പറയും കേട്ടോ ഗൈസ്. ഞാൻ ഇവളോട് പറഞ്ഞു എനിക്ക് ഇഷ്ടമുള്ള എടുത്തോ, ഞാൻ വാങ്ങിച്ചു തരാം. എത്ര ലെസ്റ്റ് എടുത്തോ ഓൾക്ക് വേണ്ട. എല്ലാം എടുക്കാനും 10 വേണം ഇത് വേണം എന്നൊക്കെ കൂടെ പറയും. ഗൈസ് മിനീസ് ഒന്നും വേണ്ടല്ലോ ഗൈസ്. കുറച്ചുകൂടി ചാൻസ് കൊടുക്കാൻ ഇപ്പോൾ ഒരു എടുത്തപ്പോൾ എനിക്കൊന്നും വേണ്ട. ഇത് പവർ ബാങ്ക് അല്ലേ? മിനീസൊക്കെ എനക്കൊന്നും വേണ്ട സത്യം. ഇത് വാങ്ങുന്നുണ്ട് പക്ഷെ ചാവി ഇല്ലാതെ ബാഗിലൊക്കെ തൂക്കാലോ. ശരി എന്നാ പറ വേണോ ഗൈസ്. നമ്മളിതൊക്കെ വേണം ചോദിക്കണം. അപ്പോൾ നമുക്ക് വേണ്ടി ഉണ്ടാവില്ല. അങ്ങനെ എന്നോട് എൻ്റെ ഇത് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന പണി താമസം സാധനം ഇപ്പം ഞാൻ ചാൻസ് ചെയ്യുന്നല്ലേ എൻ്റെ തൊട അതങ്ങനെ തന്നെയാണ്. ഞാൻ പറഞ്ഞത് ഇവിടെ നിന്ന് ഫുള്ള് സാധനങ്ങളുണ്ട്. ഇവിടെ നിന്ന് വണ്ടിയിലെടുത്തോ. പക്ഷെ അതൊന്നും നോക്കും വേണ്ട. ഇതൊക്കെ നോക്കൂ. എൻ്റെ ബാഗ് എടുക്കണ്ട നീ മലയാളിക്കും. ഞാനത് വാങ്ങണം വിചാരിച്ചു. പക്ഷെ അതിന് പോരാ, അത് ഭയങ്കര വലുത്. ഞാൻ എന്തിനാ കിണറിൽ കുടിച്ചാൽ മതി. കിണറിൽ കുടിച്ച ഇതാണോ സ്പ്രേ, പോക്കറ്റ് സ്പ്രേ? ഇങ്ങനത്തെ ഒന്നും എടുക്കുമല്ലോ. ആവശ്യമൊന്നും വേണ്ട. പോകുന്നുണ്ട്. പിടിച്ചോ അതിൻ്റെ പിടിവോ. വെള്ളം ഒഴിച്ച് കുടിച്ചോ തൽക്കാലത്ത്. ഓക്കെ എന്ത് വേണമെങ്കിലും. ഓക്കെ ഗൈസ്, ഞാൻ ഇത് അവൾക്ക് തിരിച്ച് പറഞ്ഞിട്ടുണ്ട്. അയ്യോ എൻ്റെ ബാഗ് വണ്ടിയിലുള്ള. Can you say once more? Hi guys. Subscribe to my channel and don't forget to hit the like button and please give comments in the comment section. Thank you. See you soon. Thank you. ഞാൻ ഈ ഒരു സാധനം എടുക്കാൻ ഇത് എനിക്ക് വേണം. എനിക്കത് വേണം. എനിക്ക് തരുന്നുണ്ടോ ചെറുതായിട്ടല്ലേ? നിനക്കറിയാം ടൈപ്പ് സ്ഥലം വാങ്ങാൻ പറ്റില്ല. എന്താവും ഉണ്ടോ നിനക്ക് നിങ്ങൾക്ക് നോക്കി എനിക്ക് എന്തായാലും വരുന്നില്ലേ നമുക്ക് ശരിയാൻ പറ്റേ അവിടെ ചെയ്യാൻ പറ്റുന്ന ഓടി നോട്ട് ഇഷ്ടം ഓടി ചില വേണ്ടി നോക്കിയാൽ എൻ്റെ സാധനം അങ്ങനെ വേണ്ട എന്താ ചെയ്യാൻ പറയില്ലേ. അടുത്തുണ്ട് ഇത്താക്ക് വാങ്ങിച്ചിട്ടില്ല. ഇത്താ നമുക്കൊന്നും വാങ്ങിച്ചിട്ടില്ല. നീ വാങ്ങിച്ചു തന്നിട്ടില്ലേ? വെറുതെ എല്ലാവരും പൈസ കളഞ്ഞത് എല്ലാവർക്കും സമാധാനമായി. പക്ഷെ ഞാനൊന്നും വാങ്ങിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമുണ്ട്. സോ ഗൈസ്, അവിടെ പർച്ചേസിങ് കഴിഞ്ഞിട്ട് നമ്മളിപ്പം അജ്മാൻ ഫെസ്റ്റിവൽ ആ സ്ഥലത്തായിട്ട് വന്നിരിക്കുന്നത് കാരണം ഗൈസ്. അപ്പം ഞാൻ ഷോപ്പിംഗ് ഡേ 1 എഴുതണം വന്നത്. അപ്പം ഷോപ്പിംഗ് ഡേ 2, 3 നല്ല വെയിലുണ്ട്. കണ്ണ് ഓർക്കാൻ പറ്റുന്നില്ല. അപ്പം പുള്ളിക്കര ഗൈസ്
ഭയങ്കര റേറ്റ് ഉള്ളതാണ്. ഞാൻ പറഞ്ഞു ഇതൊക്കെ എന്താ നമ്മളെ നാട്ടിലത്തെ നടക്ക് കുട്ടി. പറിച്ചെടുക്കണ്ട, എല്ലാം വേറെ റിയാക്ഷൻ മാത്രം. സോ ഗൈസ്, ഞാൻ ഈ ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ട്രാവലിംഗ് ടൈം ഭയങ്കര യൂസ്ഫുൾ തിങ്സ് ആയിരിക്കും കേട്ടോ. ഇതൊന്ന് വാങ്ങിച്ചിട്ടുണ്ട്. സോ ഗൈസ്, കോമഡി അതല്ല, ഞാൻ എന്താ പറയുക, ഈ ക്യാമറയ്ക്ക് സെറ്റാക്കി. അപ്പോൾ ഉമ്മയൊക്കെ അങ്ങ് പോയട്ടോ. ഉമ്മയൊപ്പം ഇത്തത്തെ ആസൊക്കെ അങ്ങ് പോയി. ഞാൻ ക്യാമറ സെറ്റാക്കിയിട്ട് തിരിയുമ്പോൾ കാര്യമാളെ കാണാനില്ല. ഗൈസ്, ഭയങ്കര കോമഡി. പിന്നെ ഞാൻ തപ്പേണ്ട സ്ഥലം ബാക്കിയില്ല. ഞാനാണെങ്കിൽ ഞാൻ പറയുന്നുണ്ട്, ഉമ്മാനിപ്പനി അസുനി തന്നെ കാണണ്ടായി ഗൈസ് ഇതൊക്കെ പറയുന്നുണ്ട്. സത്യത്തിൽ എന്നെ കാണണ്ടായത്, ഞാൻ പറയുന്നത് ഓരോ കാണണ്ടായത്. കുറേ പരിചയം കേട്ടോ ഗൈസ്. ഞാൻ കുറച്ചും സ്പീഡിലിട്ടാണ്. ഞാൻ കുറേ നേരം വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, കാരണം എല്ലാവരും അന്നത്തന്നെ നോക്കുകയും ചെയ്ത്. പിന്നെ എനിക്ക് കാണുന്നുമില്ല. അതുകൊണ്ടെനിക്ക് പണ്ടേ എൻ്റെ ഒരു ശീലമാണ്, ഏതെങ്കിലും ആൾ പോയി കഴിഞ്ഞിട്ട് എന്നെ കാണാണ്ടായിട്ടില്ല എനിക്കൊന്ന് സമാധാനം കിട്ടാത്ത പോലെയാണ്. എന്നിട്ട് കുറേ നേരം ഒരാളെ തപ്പി. പക്ഷെ എല്ലാവരും എൻ്റെ ക്യാമറയിൽ തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്, ഇവളെന്തോ ചെയ്യുന്നത് പറഞ്ഞിട്ട്. അവൻ ഞാൻ പോയി ക്യാമറ ഓഫാക്കി വെച്ചാണ്. കുറേ നേരം അങ്ങനെ തന്നെ നിന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കുന്നിട്ട് ഞാൻ എന്ത് ചെയ്ത് ക്യാമറ ഓഫാക്കിയിട്ട് പരതാൻ തുടങ്ങി. ഞാൻ ഒരു റോയിലോട്ട് ഇങ്ങനെ പോയിട്ട് അപ്പുറത്ത് നോക്കിയത്. പക്ഷെ ഞാൻ വിചാരിക്കുന്ന സ്ഥലത്തുണ്ടായിരുന്നു. ഞാൻ നിന്നിട്ട് അവിടെ നിന്ന് വന്ന് ആ സ്ഥലത്ത് തന്നെ ഉമ്മിപ്പുണ്ടായിരുന്നു. പിന്നെ അവർ കണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കേട്ടോ. പിന്നെ ഇതൊക്കെ അവിടത്തേക്കുള്ളതാണ്. നമ്മൾ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിന്. അപ്പം ചിലതൊക്കെ വീട്ടിലാണ്, ചിലതെന്ന് വെച്ചാൽ ഇങ്ങനെ ടോയ്സൊന്നും അവിടത്തേക്കാണ്, ബാക്കിയെല്ലാം ഇവിടത്തേക്കാണ് കേട്ടോ. അപ്പം നമ്മൾ കുറേ ഇതിവിടെ നമ്മൾ അജ്മൽ ഫെസ്റ്റിവലിൻ്റെ അടുത്ത് തന്നെയാണ്. അതിൻ്റെ ഉള്ളിൽ പുതിയ സ്ഥലം തോന്നുന്നു നമ്മൾ ആരും അറിയില്ല. ഞാൻ ക്യാമറ ഒക്കെ സെറ്റാക്കി. എനിക്ക് ആ ക്യാമറ വെച്ച സ്ഥലം ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവരും ഞാൻ ഷോ ആർക്കാൻ വേണ്ടി 2 പേർ ഇത്താത്തി മറ്റു വെക്കുന്നത് ബാക്കിലൊക്കെ കണ്ട്. ഈ മറ്റേ നാഷണൽ ഡേ ആയതുകൊണ്ട് ഫ്ലാഗൊക്കെ തൂക്കി വെച്ച് നല്ല ഓഫറും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഓഫറും ഉണ്ടായിരുന്നു. കുറേ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു. അപ്പോൾ അതിങ്ങനെ മറ്റുള്ള ടോയ്സിനെ നോക്കാം, എന്താ പറയുക, വേഗം നാടെത്തിയാൽ മതി അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ സൈറ്റ് ചെറിയ ബൈക്കുണ്ടായി, എൻ്റെ ക്യാമറ നീന്തരത്തോളം എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല അങ്ങനെ സാധാരണ വീണ നാട്ടി ഉണ്ടാക്കി കേട്ടോ ഗൈസ്. അടുത്തേക്ക് പോകാനുള്ള പല സാധനങ്ങളും നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞു ഗൈസ്. പർച്ചേസിങ്ങൊക്കെ ഏകദേശം കഴിച്ചിട്ടുണ്ട്. അത് ഇവിടുത്തെ ഏകദേശം കഴിച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് സ്ഥലം കൂടി പർച്ചേസ് ചെയ്യാനുണ്ട് ഗൈസ്. നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ല ഗൈസ്. 4 o'clock ആയി. നമ്മൾ എണീക്കുമ്പോൾ 12 o'clock ആയിരുന്നു. അപ്പോൾ ചായയും ബിസ്ക്കറ്റും കുടിച്ചാണ്. ബട്ട് സ്റ്റിൽ ഇപ്പോൾ ഇത്ര മണിയായി, നമ്മളൊന്നും കഴിച്ചിട്ടില്ല. വാച്ചല്ല, ഫോൺ ഞാൻ വാച്ച് കണ്ടിട്ടില്ല. നമുക്ക് ആ സാധനം നമ്മൾ ഇവിടത്തേക്ക് വാങ്ങിച്ചതല്ല, 2-3 സാധനങ്ങൾ ഇവിടത്തേക്ക് ആയിട്ടുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് അവിടെ സ്ഥലത്തേക്ക് പോകാണ്ടുള്ള സാധനങ്ങളായിട്ട് പറഞ്ഞില്ല. ഇവിടെ റാബിറ്റ് കണ്ടു ഗൈസ്. ഇവിടെ ഓരോരോ സാധനങ്ങൾ. അയ്യോ, എൻ്റെ തല കഴിഞ്ഞു. ഇങ്ങനെ നടക്കുന്നോ? അയ്യോ, ഒരു തല. നമുക്ക് കുറച്ച് ഷോപ്പിൽ കയറി കേട്ടോ ഗൈസ്. നമുക്ക് ക്ഷീണിച്ചു. കുറേ നേരം ഫുഡൊക്കെ തിന്നു. നമ്മൾ വിചാരിച്ച റെസ്റ്റോറൻറ്റ് സ്നാക്സ് മാത്രമേ നിന്നിട്ടുള്ളൂ, നമ്മൾ ലഞ്ച് കഴിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ഇവിടെ ഈ സ്ഥലത്തേക്ക് കയറി കുറച്ച് മന്തി കഴിക്കാം ഗൈസ്. ഞാൻ കുറേ നാളായിട്ട് മന്തി കഴിക്കണം. പുൾ ബലിക്കുക. നടക്ക്.
ഗൈസ് ഞമ്മ കുറച്ച് സാധനങ്ങൾക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് എനിക്കറിയില്ല. അപ്പോൾ ഇപ്പോൾ സൂപ്പൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ സൂപ്പ് കുടിക്കലില്ല, ഇത് വെറുതെ കാണിച്ചിട്ടാണ് കേട്ടോ. ഗൈസ് എല്ലാവരും സൂപ്പ് കുടിക്കുകയാണ്. ഞാൻ മാത്രം ഒരു പ്രത്യേകത ജീവിയാണ് കേട്ടോ, സൂപ്പൊന്നും കുടിക്കില്ല. ഇല്ല. സോ ഗൈസ് കാത്തിരിവിൻ്റെ ഒടുവിൽ നമ്മൾ മന്തി വന്നിട്ടുണ്ട്. നമ്മൾ ഈ ഒരു മന്തി ഓർഡർ ചെയ്ത സത്യം പറയാൻ നല്ല ടേസ്റ്റിലായിരുന്നു. എല്ലാവരും തിന്നട്ടോ. പക്ഷേ എൻ്റെ ഒരു സ്പൂൺ ഉണ്ടായിരുന്നു. ഞാൻ ഇതുപോലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെല്ലോ ആക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് എല്ലാവരും കൂടി ഷെയർ ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചൊന്നും പറയാൻ കഴിയില്ല. വീണ്ടും വീണ്ടും ഓർഡർ ചെയ്തായിരുന്നു, അതൊന്നും വീഡിയോയിൽ കാണിച്ചിട്ടില്ല എന്നുള്ളൂ. എന്നിട്ട് ഉപ്പ് എല്ലാവർക്കും വിളമ്പി കൊടുത്തു. ഞാൻ ഫസ്റ്റ് പ്ലേറ്റ് കാണിച്ച് വെച്ചിന് എനിക്ക് ലാസ്റ്റാണ് കേട്ടോ അത്. പിന്നെ കണ്ട എനിക്ക് ഇട്ടത് വെച്ചിട്ട് ഞാൻ പ്ലേറ്റ് അങ്ങോട്ട് കൊടുക്കും, അസുഖം ഇട്ടെടുത്തു. എന്നിട്ട് എല്ലാവരും ചട്ടിയൊന്നും കൂട്ടില്ല, ഞാൻ വെറുതെ ഇത്താക്ക് ഇട്ടെടുക്കും. അപ്പോൾ ഇത്താ അണക്കിടാറില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്താക്ക് കൊടുത്തു. ഇന്നലെ വെറുതെ പിള്ളേരായിട്ട് അടിയാക്കുമ്പോൾ കുഞ്ഞി കുട്ടിയല്ലേ ഇതാ. എന്നിട്ട് എന്നെ അണക്ക് ഇട്ടാന്നു. പിന്നെ ചിക്കനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കാണുന്ന നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ മന്തി ഞാൻ കുറേ നാളായി കഴിക്കണമെന്ന് ഞാൻ എല്ലാം തിന്നു. ഞാൻ ഇങ്ങനെ നല്ല തുളിച്ചിട്ട് തിന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായതൊക്കെ ഇപ്പോൾ പറയുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായത് കേട്ടോ. പിന്നെ അത് കഴിച്ചിട്ട് നെക്സ്റ്റ് ഇന്ന് ഇതെവിടത്തേക്ക് പോകണം പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് എല്ലാവരും കളിയാക്കിയായിരുന്നു, നീന്ത പേടിച്ചിട്ട് ഇടയ്ക്കിട്ട് കളിയാക്കേണ്ടതാണ്. പക്ഷെ ഇവിടെ ഫാഷൻ പറഞ്ഞാൽ അത് കൊതുക്കി. പിന്നെ നമ്മൾ നെക്സ്റ്റ് എവിടെയെന്ന് ഇങ്ങനെ ആലോചിച്ച് നമ്മൾ വിചാരിച്ചു നെക്സ്റ്റ് പോയി ഇപ്പോൾ പുതിയതായിട്ട് തുറന്നു, നെക്സ്റ്റ് വരെ പോവാൻ. പിന്നെ ലുക്കി മാത്ത ഉണ്ടായിരുന്നു. എൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് സ്വീറ്റ് എന്ന് പറയുന്നത് ലുക്കി മാത്ത. എനിക്ക് എത്ര കിട്ടിയാലും ഞാൻ തിന്നോട്ടോ ലുക്കി മാത്ത. അതിൻ്റെ പേര് ഹണിയും ചോക്ലേറ്റൊക്കെ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്, പക്ഷെ നമുക്കതൊന്നും ഇഷ്ടമല്ല. നമുക്ക് ഹണിയും ഇഷ്ടം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷേ വയർ ഫുള്ളായതുകൊണ്ട് കുറച്ച് തിന്നാൻ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഫുഡൊക്കെ കഴിച്ചതിനും നല്ല രസമായിരുന്നു, നല്ല ഫുഡായിട്ടോ. മന്തി നല്ല ടേസ്റ്റ് ആയിരുന്നു. അത് നമ്മളിപ്പോൾ നെസ്റ്റോയിൽ വന്നിരിക്കുക. ഇത് ഏത് നെസ്റ്റോ എന്ന് നമുക്കറിയില്ല, പുതിയ തുടങ്ങി നെസ്റ്റോ കേട്ടോ. ഭയങ്കര ആൾക്കാരാണ്. എരിയുന്നുണ്ടാ? അപ്പം നമ്മൾ കുറേ നേരം പർച്ചേസ് ചെയ്തു. വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല, കാരണം അത് ഭയങ്കര തിരക്കാണ് കേട്ടോ. ഇപ്പോൾ ഓപ്പൺ ആയതുകൊണ്ട്, ന്യൂ ഓപ്പൺ ആയതുകൊണ്ട് നല്ല ഓഫേഴ്സും ഉണ്ട്, കുറേ ആൾക്കാരുണ്ട് കേട്ടോ. ആ നെസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ട് ഇപ്പം വേറെ അജ്മൽ നെസ്റ്റ് വേറൊരു നെസ്റ്റോയിലുള്ളത്. അപ്പം ഇവിടെ ഉമ്മിപ്പോൾ അപ്പുറത്തോട്ട് ഞങ്ങൾ കുറച്ച് ഡ്രസ്സ് പർച്ചേസ് ചെയ്യണം. അതിന് വേണ്ടി ഞങ്ങൾ വന്നത് കൊളായി കഴിച്ചു. ഓറക്കടകം പർച്ചേസ് ചെയ്യുന്നു. ഞാൻ എന്തെല്ലാം വാങ്ങിച്ചിട്ടുള്ള സൈഡായിട്ട് ഇരുന്ന് ഞാൻ ഷൂസിൻ്റെ ഇവിടെ കാലെടുത്ത ഗൈസ്.